ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലുള്ള ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ് മീൻസ് ദ റൈറ്റ്സ് റിലേറ്റിംഗ് ടു ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഈ 4 കാര്യങ്ങൾ: ലൈഫ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ or embodied in the international covenants and enforced by courts in India. ശരിക്കും ഈ പറയുന്ന റൈറ്റ്സ് എല്ലാം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ദെൻ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കോടതികൾ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെയാണ് ശരിക്കും ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ഇന്ത്യയിൽ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ അതിലൊരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇന്ത്യ ശരിക്കും ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി സോവറിൻ, സെക്യുലർ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ പല ഫീച്ചേഴ്സ് ഉള്ളത് കാരണം കൊണ്ട് ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല. പ്രത്യേകിച്ചും രാജ്യത്തിന്റെ വലിയ സൈസ്, ലാർജ് ഏരിയയാണ്. ദെൻ ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ, പോപ്പുലേഷൻ, ദെൻ വൈഡ് സ്പ്രെഡ് പ്രോവർട്ടി. അപ്പോൾ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ ഈസ് വെരി വൈഡ്. റിച്ച് ഈസ് ബിക്കമിങ് മോർ റിച്ചർ ആൻഡ് പുവർ ആർ ബിക്കമിങ് മോർ പുവർ ഡേ ബൈ ഡേ. നല്ലൊരു ഡിസ്പാരിറ്റി അവിടെ ഉണ്ട്. ദെൻ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ പല സ്ഥലങ്ങളിലും വളരെ കുറവാണ്. ലിറ്ററസി റേറ്റ് വളരെ കുറവാണ്. എല്ലായിടത്തും ഒരുപോലെ അത് എത്തുന്നില്ല. അത് മാത്രമല്ല, കൾച്ചർ ഡൈവേഴ്സിറ്റി, ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി, റിലീജിയസ് ഡൈവേഴ്സിറ്റി, ഇതെല്ലാം ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഇംപ്ലിമെന്റേഷനുള്ള കോംപ്ലക്സിറ്റി കൂട്ടുന്നേ ഉള്ളൂ, അത് കുറയ്ക്കുന്നില്ല. ഇത് കൂടാതെ തന്നെ നമ്മൾ നോക്കുന്ന ചില കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഫണ്ടമെന്റൽ റൈറ്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഫ്രീഡം ഓഫ് റിലീജിയനും ഫ്രീഡം ഓഫ് സ്പീച്ചും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ട് ഒരു പരിധി വരെ. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അതിലേക്ക് കാര്യങ്ങൾ നോക്കുക. അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളല്ല. 2014 ഒരു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെ പറഞ്ഞ റൈറ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആസ്പെക്റ്റിൽ ശരിക്കും നല്ല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് സീരിയസ് ഹ്യൂമൻ റൈറ്റ്സ് കൺസേൺസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള പല കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പല സിവിൽ സൊസൈറ്റികളിലും ഹരാസ്മെന്റും ഇന്റിമിഡേഷനും പല പ്രോബ്ലംസും അവിടെ നടക്കുന്നുണ്ട്. പല രീതിയിലും ഗവൺമെന്റ് തരത്തിലുള്ള ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചില തൽപര കക്ഷികളെ കൊണ്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അത് കൂടാതെ മൈനോറിറ്റി ഒപ്രഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ മൈനോറിറ്റീസിന് ഇടയ്ക്ക് അവർക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും, ഗ്യാരണ്ടി ചെയ്തിരുന്ന പല കാര്യങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. സ്റ്റഡീസ് അനുസരിച്ച് പല കാര്യങ്ങളിലും എംഫസിസ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും പലപ്പോഴും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. ഈവൻ ദോ there are some rules and regulations creating fuss about these things. അത് പബ്ലിക് ഒഫീഷ്യൽസിനെ ഒരു പരിധി വിട്ട് അവരുടെ പവർ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ, അതിനെ വെക്സേഷ്യസ് എന്നാണ് പറയുക, വെക്സേഷ്യസ് ആയിട്ടുള്ള പവർ, അവരുടെ അധികാരപരിധിയിൽ നിന്ന് അപ്പുറത്തേക്ക് നിന്ന് അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കിട്ടാനുള്ള എല്ലാ നിയമ നടപടികളും ഉണ്ട് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും എളുപ്പത്തിൽ അങ്ങനെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷെ ഇതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും മറ്റ് പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തേക്കണത് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. Okay, thank you.